ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഫ്രൂട്ട് പ്ലാന്റ്സ് എങ്ങനെ ബാരലിൽ നട്ട് നമുക്ക് ചുരുങ്ങിയ സ്ഥലത്ത് നിന്ന് പല വെറൈറ്റി ഫ്രൂട്ട്സ് എങ്ങനെ കൾട്ടിവേറ്റ് ചെയ്യാമെന്നുള്ളതിനെ പറ്റിയിട്ടാണ്. സ്ഥലപരിമിതി ഉള്ളവർക്കെല്ലാം പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു രീതിയാണ് ബാരലിൻ്റെ അകത്തോ അല്ലെങ്കിൽ ഡ്രമ്മിൻ്റെ അകത്തോ ഫ്രൂട്ട് പ്ലാന്റ്സ് വയ്ക്കുന്നത്. നമ്മളിത് ഒക്ടോബറിൽ ചെയ്ത എടുത്ത വീഡിയോ ആണ് ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യുന്നത്. ശരിക്കും ഇത് പോസ്റ്റ് ചെയ്യാൻ ഉദ്ദേശം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് പോർട്രേറ്റിൽ ഈ വീഡിയോ എടുത്തത്, ലാൻഡ്സ്കേപ്പ് മോഡിലല്ല. അപ്പോൾ പോരായ്മകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 100 ലിറ്ററിൻ്റെ ബാരലാണ്. ഓൾറെഡി നമ്മൾ അതിൻ്റെ അകത്ത് ഒരു 6 ഹോൾസ് സൈഡിൽ ഒരു 1.5 ഇഞ്ച് ഹൈറ്റിൽ ഹോൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഏറ്റവും താഴ്ഭാഗത്തും കൂടെ 2 ഹോള് കൊടുക്കുന്നുണ്ട്, നന്നായിട്ട് മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഈ ബാരലിന് കോസ്റ്റ് വന്നിരിക്കുന്നത് 600 രൂപയാണ്. ഓരോ ലൊക്കേഷനിലും ഓരോ റേറ്റ് ആയിരിക്കും. ഇങ്ങനത്തെ ബാരൽസ് കൂടുതലും കെമിക്കൽസ് കൊണ്ടുവരാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊണ്ടുവരുന്നതുകൊണ്ട് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വേണം പ്ലാന്റ്സ് നടാനായിട്ട്. അപ്പോൾ ഹോളിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ പപ്പയും കൂടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്, വാഷ് ചെയ്യാനായിട്ട്. അങ്ങനെ ഏകദേശം നമ്മുടെ ഡ്രംസ് എല്ലാം വാഷ് ചെയ്ത് തീരാറായിട്ടുണ്ട്. 25 ഡ്രമ്മാണ് നമ്മൾ നടാനായിട്ട് എടുത്തിരിക്കുന്നത്. ഡ്രംസ് വയ്ക്കുന്നതിന് മുന്നേ നമുക്ക് വെക്കാനുള്ള സ്ഥലം ഒന്ന് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഫിഷ് പോണ്ടിൻ്റെ സൈഡ് വശങ്ങളിൽ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ടോപ്പിൽ വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ അവിടെ മൊത്തം ബോഗൻവില്ലയും ബ്രോമില്ലിയാഡ്സും അങ്ങനെ കുറേ പ്ലാന്റ്സ് ഞാൻ വെച്ചിട്ടുണ്ട്, അത്യാവശ്യം നല്ല വെയിൽ വേണ്ടതായിട്ടുള്ള. അപ്പോൾ അതെല്ലാം സൈഡിലേക്ക് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മുടെ ബാരൽ അവിടെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമ്മളവിടെ എടുത്തിരിക്കുന്നത് നല്ല ചുവന്ന മണ്ണാണ് ഫ്രൂട്ട് പ്ലാന്റ്സ് നടുന്നതിനായിട്ട്. അപ്പോൾ ഫസ്റ്റ് ഒരു ലെയർ പോലെ നമ്മൾ ചുവന്ന മണ്ണ് നിരത്തുന്നുണ്ട്, ഒരു ബെഡ് പോലെ. അതിൻ്റെ ടോപ്പിലേക്കായിരിക്കും ബാക്കി പോട്ടിംഗ് മീഡിയാസ് ആഡ് ചെയ്യുക. അതിൽ നമ്മുടെ ആദ്യത്തെ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ഉമിയാണ്. ഉമി എപ്പോഴും ഞാൻ നല്ലൊരു ക്വാണ്ടിറ്റിയിൽ പോട്ടിംഗ് മീഡിയാസിൽ ആഡ് ചെയ്യാറുണ്ട്, കാരണം നല്ല മണ്ണിളക്കം കിട്ടാനും നല്ല എയറേഷൻ കിട്ടാനും ലൈറ്റ് വെയ്റ്റും ആയിരിക്കും, നമുക്ക് ഹാൻഡിൽ ചെയ്യാനൊക്കെ എളുപ്പമുണ്ട്. രണ്ടാമത് നമ്മൾ എടുത്തിരിക്കുന്നത് നല്ല പശുവിൻ്റെ ചാണകം പൊടിച്ചതാണ്, ഉണക്ക ചാണകം, നന്നായി പൊടിച്ച ചാണകപ്പൊടിയാണ്. അത് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ആട്ടുംകാഷ്ടം പൊടിച്ചതാണ്. ആട്ടുംകാഷ്ടവും നല്ല രീതിയിൽ പൗഡർ ഫോമിലുള്ളതാണ്, നന്നായിട്ട് ഡ്രൈ ചെയ്ത് പൊടിച്ചതാണ് ആട്ടുംകാഷ്ടം. നമ്മൾ പോട്ടിംഗ് മീഡിയ തയ്യാറാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 50% മണ്ണും 50% ബാക്കി കമ്പോണൻസുമാണ് നമ്മൾ എടുക്കേണ്ടത്. അതാണൊരു കറക്റ്റ് റേഷ്യോ ഫ്രൂട്ട് പ്ലാന്റ്സ് ഒക്കെ നടുമ്പോൾ. അതിനുശേഷം നമ്മൾ എടുത്തിരിക്കുന്നത് കോഴിക്കാഷ്ടം പൊടിച്ചതാണ്, അതും നല്ല പൗഡർ ഫോമിലുള്ളതാണ് കോഴിക്കാഷ്ടം നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഫ്രൂട്ട് പ്ലാന്റ്സ് ഇടുമ്പോൾ ആ ഒരു റേഷ്യോ കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. 50% മണ്ണും 50% നമ്മൾ എടുക്കുന്ന മറ്റ് കമ്പോണൻസ്, അതിൽ ഉമി ഉണ്ടാവാം, ചാണകപ്പൊടി ഉണ്ടാവാം, ആട്ടുംകാഷ്ടം, അങ്ങനെ പലതായിട്ടായിരിക്കും വരുന്നത്. അടുത്തതായി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് വെർമി കമ്പോസ്റ്റാണ്. നന്നായിട്ട് പൊടിഞ്ഞ കമ്പോസ്റ്റാണ്, കുറച്ച് നനവുണ്ട്. വെർമി കമ്പോസ്റ്റ് എപ്പോഴും ഒരു നനവ് മോയ്സ്ചർ കീപ്പ് ചെയ്താൽ മാത്രമേ വേംസ് സർവൈവ് ചെയ്യുള്ളൂ, അതായത് മണ്ണിൽ സർവൈവ് ചെയ്യുള്ളൂ. ഒത്തിരി ഡ്രൈ ആയിപ്പോയി കഴിഞ്ഞാൽ അതുങ്ങൾ ചത്തുപോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടുത്തായിട്ട് എടുത്തിരിക്കുന്നത് വെർമി കമ്പോസ്റ്റാണ്. പിന്നെ ബാരലുകൾ എല്ലാവരും എടുക്കുമ്പോൾ അവരവരുടെ ആവശ്യം എന്താണോ, അവരതിൻ്റെ അകത്ത് നടാൻ ഉദ്ദേശിക്കുന്ന ഫ്രൂട്ട് പ്ലാന്റ്സ് എന്താണോ, അല്ലെങ്കിൽ ഏത് മരമാണെന്ന് ബേസ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള ഡ്രംസ് ചൂസ് ചെയ്യുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 100 ലിറ്ററിൻ്റെ ആണെങ്കിലും അത്യാവശ്യം നല്ല വാവട്ടമുള്ള ബാരലാണ് എടുത്തിരിക്കുന്നത്. സാധാരണ കണ്ടുവരുന്നത് 230 അല്ലെങ്കിൽ 260 ബാരൽസ് എടുത്തിട്ട് നേരെ ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതാണ് കണ്ടിട്ടുള്ളത്. അതും നല്ലൊരു രീതി തന്നെയാണ്. എക്സ്പെൻസ് ഇത്രയും വരത്തുമില്ല, ഇത്രയും ചിലവ് വരില്ല. പക്ഷെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനും അതേപോലെ പെട്ടെന്ന് ഡാമേജ് ആയി പോകാതിരിക്കാനും എപ്പോഴും ഈ പിടിയുള്ള ടൈപ്പ് ബാരലാണ് എപ്പോഴും നല്ലത്. അതിൻ്റെ ചുറ്റും ഒരു ഫ്രെയിം ഉള്ളതുകൊണ്ട് നല്ല ഹാർഡായിട്ടായിരിക്കും ബാരൽ ഉണ്ടാവുക. അപ്പോൾ എപ്പോഴും ബാരൽസ് ചൂസ് ചെയ്യുമ്പോൾ കുറച്ച് കോസ്റ്റ്ലി ആണെങ്കിലും ചിലവ് കൂടുതലാണെങ്കിലും അങ്ങനത്തെ ബാരൽ ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ഇടയ്ക്കൊന്ന് എടുത്ത് ഹാൻഡിൽ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് മാറ്റണമെങ്കിലും പിടികളുള്ള വക്കമുള്ള ബാരലായിരിക്കും എപ്പോഴും നല്ലത്. ലോ കോസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് മറ്റു രീതിയിൽ വലിയ ബാരൽ വാങ്ങിയിട്ട് നമുക്ക് 2 പീസായിട്ട് കട്ട് ചെയ്ത് യൂസ് ചെയ്യാം. നമ്മൾ അടുത്ത ലെയർ ഉമി കൂടി ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. ഇതൊരു ബെഡ് പോലെയാണ്, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് മിക്സ് ചെയ്യാൻ എളുപ്പത്തിനും എപ്പോഴും നല്ല രീതിക്ക് മിക്സ് ആവാനും എളുപ്പം ഇങ്ങനെ ബെഡ് പോലെ കമ്പോണൻസ് മിക്സ് ചെയ്യുന്നതാണ്. നമ്മൾ അടുത്ത് എടുത്തിരിക്കുന്നത് പച്ചക്കക്ക പൊടിച്ചതാണ്.
നീറ്റ് കക്കയല്ല, പച്ചക്കക്ക പൊടിച്ച് നല്ല ഗ്രാനുവൽ ഫോമിലുള്ളതാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ മണ്ണിലിടുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് മണ്ണിൻ്റെ pH എപ്പോഴും ബാലൻസ് ആയിട്ടിരിക്കും. അതേപോലെ നീറ്റ് കക്കയുടെ ഒരു പ്രയോജനം നമുക്കൊരു 30 ദിവസം 40 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ എഫക്റ്റ് കുറയും. നീറ്റ് കക്ക ആകുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് പച്ചക്കക്ക യൂസ് ചെയ്യുന്നത്. ഇതാകുമ്പോൾ മണ്ണിൽ തന്നെ കിടന്ന് പതിയെ ഡിസോൾവ് ആയിട്ട് മണ്ണിൻ്റെ pH എപ്പോഴും ബാലൻസ് ആയിക്കോളും. അതുകൊണ്ടാണ് നമ്മൾ പച്ചക്കക്ക യൂസ് ചെയ്യുന്നത് കേട്ടോ. അടുത്തതായി നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യുന്നത് 1 കിലോ സ്യൂഡോമോണസും 1 കിലോ ട്രൈക്കോഡെർമയാണ്. കൃഷി ചെയ്യുന്നവർക്ക് അത്യാവശ്യം അറിയായിരിക്കും. സ്യൂഡോമോണസും ട്രൈക്കോഡെർമയും നല്ല ബയോ കൺട്രോൾ ഏജൻസാണ്. രോഗകീട നിയന്ത്രണങ്ങൾക്ക് നമുക്ക് എപ്പോഴും മണ്ണിൽ മിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ബയോ കൺട്രോൾ ഏജൻസാണ് ട്രൈക്കോഡെർമയും സ്യൂഡോമോണസും. അത് നമുക്ക് എപ്പോഴും മണ്ണിൽ വിത്ത് പാകുമ്പോഴോ അല്ലെങ്കിൽ തൈകൾ നടുമ്പോഴോ മണ്ണിൽ മിക്സ് ചെയ്യുന്നത് എപ്പോഴും നല്ല യൂസ്ഫുള്ളായിട്ടുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ 1 കിലോ വെച്ചാണ് നമ്മൾ ഇത്രയും ക്വാണ്ടിറ്റിയിലേക്ക് എടുത്തിരിക്കുന്നത്. 1 കിലോ ട്രൈക്കോഡെർമയും 1 കിലോ സ്യൂഡോമോണസും. അങ്ങനെ ലാസ്റ്റ് ഒരു ലെയർ മണ്ണും കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ 50% മണ്ണും 50% നമ്മൾ ബാക്കി ആഡ് ചെയ്യുന്ന കമ്പോണൻസ് എന്താണോ അത് മൊത്തം കൂടി 50%. അങ്ങനെ ടോട്ടൽ 100%ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ബെഡ് രീതിയിൽ ഇത് ലെയറായിട്ട് ഇടുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വെട്ടി മറിച്ച് കഴിഞ്ഞാൽ ഈക്വലായിട്ട് നമുക്ക് മണ്ണും ബാക്കി കമ്പോണൻസ് എല്ലാം നന്നായിട്ട് മിക്സായി കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ബെഡ് പ്രിപ്പറേഷൻ പോലെ എല്ലാം ലെയറായിട്ട് അടുക്കിയിട്ടിട്ട് ഇപ്പോൾ വെട്ടി മറിക്കുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം നന്നായിട്ട് മണ്ണും ബാക്കി കമ്പോണൻസ് എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അതിൽ നമ്മൾ എടുത്തിരുന്ന 50% മണ്ണിൻ്റെ പകുതി നമ്മൾ ആദ്യം ഒരു ബെഡായിട്ട് ഇട്ടിരുന്നു. ബാക്കി ആ 50%-ത്തിലെ പകുതി ശതമാനം നമ്മൾ ലാസ്റ്റാണ് ഫിനിഷിങ് സ്റ്റേജിലാണ് ഇട്ടത്. എന്നിട്ടാണ് നമ്മൾ മിക്സിങ് ആരംഭിച്ചത്. അങ്ങനെ നമ്മുടെ ബാരൽസ് എല്ലാം നമ്മൾ കുളത്തിൻ്റെ സൈഡ് വശത്തായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബാരലിൻ്റെ അകത്ത് മണ്ണ് നിറയ്ക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ആ ഹോൾസ് തയ്യാറാക്കിയെടുത്തെല്ലാം നമ്മൾ ഓടിൻ്റെ പീസ് വെച്ചിട്ട് ഹോൾസ് ഡ്രെയിനേജ് അടഞ്ഞു പോകാതിരിക്കാനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഹാഫ് ബാരൽ മണ്ണിട്ടിട്ടുള്ളത്. അങ്ങനെ കുറച്ച് ബാരലുകളിലൊക്കെ നമ്മൾ പ്ലാന്റ്സ് നട്ടു. വീഡിയോ എടുക്കാൻ പറ്റാത്തത് പ്ലാന്റ് നടാനും മണ്ണിടാനുമായിട്ട് നമ്മൾ 2 പേരുമാണ്. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാണ്ടായി പോയത്. അപ്പോൾ ഹാഫ് ബാരൽ സെറ്റ് ചെയ്തതിന് ശേഷം മണ്ണിട്ട് എല്ലാ ബാരലിലും മണ്ണ് ഫിക്സ് ചെയ്തതിന് ശേഷം തൈകൾ കവർ പൊട്ടിച്ച് ഇറക്കി വെച്ചിട്ടാണ് ഇപ്പോൾ മണ്ണിടുന്നത്. നമ്മളിവിടെ കൂടുതലും എടുത്തിരിക്കുന്നത് മാവിൻ്റെ കുറേ വെറൈറ്റീസാണ്. പിന്നെ 2-3 ഐറ്റംസ് പ്ലാവ്, പിന്നെ പുലാസാൻ, പിന്നെ ബ്ലാക്ക് ഡയമണ്ട് ഗോവ, മിറാക്കിൾ ഫ്രൂട്ട്, മിൽക്ക് ഫ്രൂട്ട്, അങ്ങനെ കുറച്ച് എക്സോട്ടിക് വെറൈറ്റീസാണ് എടുത്തിരിക്കുന്നത്. പതിയെ പുതിയ കളക്ഷൻസ് ആഡ് ചെയ്ത് കൊണ്ടുവരണം. നമ്മളിപ്പോൾ വെച്ചിരിക്കുന്നതെല്ലാം ചെറിയ തൈകളായതുകൊണ്ടാണ് കേട്ടോ ബാരൽ ഇത്രയും അടുപ്പിച്ച് വെച്ചിരിക്കുന്നത്. പ്ലാന്റ്സ് വളർന്ന് കുറച്ച് സൈസ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ സ്പേസിങ് പോരാ, കുറച്ച് അകത്തിൽ തന്നെ വെക്കേണ്ടി വരും ബാരൽസ്. അങ്ങനെ നമ്മുടെ പ്ലാന്റിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എപ്പോഴും നടുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ബഡ് ചെയ്തതോ ഗ്രാഫ്റ്റ് ചെയ്തതോ ആയിട്ടുള്ള പ്ലാന്റ്സ് നടുമ്പോൾ ബഡ് ചെയ്തതോ അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്തതോ ആയിട്ടുള്ള ഭാഗം എപ്പോഴും മണ്ണിൻ്റെ മുകൾ ഭാഗത്ത് നിൽക്കണം. അത് മണ്ണിൻ്റെ താഴ്ഭാഗത്ത് പോകരുത് ഒരിക്കലും. ഫംഗൽ വരാനും ചീച്ചിൽ വരാനുമുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് പ്ലാന്റ്സ് വയ്ക്കുമ്പോൾ ആ ഒരു ഹൈറ്റിലെ മണ്ണിട്ട് നമ്മൾ ഫില്ല് ചെയ്യാവുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ പ്ലാന്റിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ നമ്മൾ ഈ ജനുവരിയിൽ എടുത്തതാണ്. മാവ് ഫ്ലവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒന്ന് എടുത്ത വീഡിയോ ആണ്. നമ്മൾ ഒക്ടോബറിലായിരുന്നു പ്ലാന്റ്സ് എല്ലാം നട്ടിരുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ബാരലുകളിലെല്ലാം ടോപ്പ് ലെയറിൽ നമ്മൾ ഉണങ്ങിയ മാവല ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. വേനൽക്കാലം വരുവാണല്ലോ, അപ്പോൾ നനയ്ക്കുമ്പോൾ ഒരു ഈർപ്പം കിട്ടാനൊക്കെ ആയിട്ട്. അങ്ങനെ നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റ്സ് എല്ലാം പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഹാപ്പി ഗാർഡനിങ്.